ഏറ്റവും മുന്നിൽ നിൽക്കുക താങ്കളാണ് എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ 7000 വോട്ടിന് താങ്കൾ പരാജയപ്പെടുകയുണ്ടായത്. എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു തിരിച്ചടി വന്നത്? പാർട്ടി സെക്രട്ടറി പത്രക്കാരുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞു, ഇനി പാർട്ടിയിൽ ഭയപ്പാടില്ലാതെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള അവസരം കൊടുക്കുന്നു പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ സംസാരിക്കാൻ ആകെ ഭയപ്പാടായിരുന്നു. എന്തെങ്കിലും ഒരു വിവരം അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ തളിപ്പറമ്പിൽ നിർത്തും. ഞാനത് ആലോചിച്ചു, ഇത്ര ഒരു ഉളുപ്പുകെട്ട വിഷയമായിട്ട് ഇപ്പോൾ വിശ്വാസമില്ല. പിണറായി ഇനി ഇപ്പോൾ തിരിഞ്ഞു പറഞ്ഞാൽ പോലും ഈ കമ്മ്യൂണിറ്റി വിശ്വസിക്കില്ല. കാരണം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, ഇവിടുത്തെ മതേതരവാദികൾ അത്രത്തോളം അദ്ദേഹത്തിൻ്റെ മതനിരപേക്ഷതയിൽ വിശ്വാസം അർപ്പിക്കുന്നു. ആ വിശ്വാസത്തിന്റെ അടിവേര് അദ്ദേഹം തന്നെ വെട്ടി. അല്ല, അങ്ങൊരു പ്രതിപക്ഷ നേതാവായിട്ട് 81-ാം വയസ്സിൽ ഒരു പോരാട്ടത്തിന് ഇറങ്ങിയാൽ ട്രാൻസിഷൻ ഉണ്ടാക്കാനുള്ള ശേഷി അദ്ദേഹത്തിന് ഉണ്ടോ? അല്ല, ട്രാൻസിഷൻ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും കൂടി ഇരിക്കും. ഈ 102 സീറ്റ് എന്ന് പറയുന്നത് ചില്ലറ സംഗതിയല്ല. ഇതിന് ഞാൻ ഈ പറഞ്ഞ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ വോട്ടുണ്ട്, കുടുംബാധിപത്യത്തിന്റെ വോട്ടുണ്ട്, മരുമാനിസത്തിന്റെ വോട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പിണറായിസത്തേക്കുള്ള യാത്ര, ഞാൻ ഒരു പുസ്തകം നമ്മളതിൻ്റെ ഒരു പണിപ്പുരയിലാണ്, പിണറായിസത്തിൻ്റെ തുടക്കവും ഒടുക്കവും എന്ന് പറഞ്ഞിട്ട്